വെള്ളിത്തിരകളിൽ എഴുതി കാണിച്ചില്ലെങ്കിലും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന പേരാണ് SP വെങ്കടേഷ്. മറുനാട്ടിൽ നിന്നും വന്ന് മലയാളികളുടെ പ്രിയങ്കരനായി മാറി മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച യാത്രയായപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് പകരക്കാരനില്ലാത്ത ഒരു അതുല്യ കലാകാരനെയാണ്. വെങ്കടേഷ് എന്ന പേര് ടൈറ്റിൽ കാർഡിൽ എഴുതി കാണിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ സംഗീതം, സ്വരം, സ്റ്റൈൽ എല്ലാം നിങ്ങളുടെ അടയാളമായി കാലങ്ങൾക്കപ്പുറവും സഞ്ചരിക്കും, തിരിച്ചറിയപ്പെടും. അതാണ് യഥാർത്ഥ ഒരു കലാകാരന്റെ അടയാളം. അനുകരണങ്ങളുടെ കാലത്തും വേറിട്ട് തിരിച്ചറിയപ്പെടുന്ന തനിമയുടെ പ്രകാശത്തോടെ എന്നും മനുഷ്യരുടെ മനസ്സിൽ നിലനിൽക്കുന്ന സംഗീതകാരൻ SP വെങ്കടേഷ് അത്തരത്തിലൊരാളായിരുന്നു. സംഗീതരാജ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മറുനാട്ടിൽ നിന്നും വന്ന് മലയാള സംഗീതത്തെ ശ്രുതി മധുരമാക്കിയ സംഗീതജ്ഞരിൽ പ്രിയങ്കരൻ. തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ പാട്ടുകൾ ചെയ്തുവെങ്കിലും മലയാളമാണ് വെങ്കടേഷിന്റെ സംഗീതത്തെ നെഞ്ചേറ്റിയത്. രവീന്ദ്രൻ മാഷിന്റെ അസിസ്റ്റന്റ് കാലമായിരിക്കാം അതിനെ ഉചിതമായ രീതിയിൽ പാകപ്പെടുത്തിയത്. SP വെങ്കടേഷ് എന്ന പേര്, ആ സംഗീതം ആദ്യം മനസ്സിൽ പതിയുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ ലാൽ കഥാപാത്രം വിൻസെന്റ് ഗോമസ് എന്ന അധോലോക നായകന്റെ ഇൻട്രോ സംഗീതത്തിലൂടെയാണ്. TG രവി, ജോസ് പ്രകാശ്, നസീർ, സോമൻ, രതീഷ്, ബാലൻ K നായർ, മമ്മൂട്ടി ഇവർക്കൊക്കെ അകമ്പടിയായെത്തുന്ന ചില സ്ഥിരം തട്ടുപൊളിപ്പൻ BGM ഡിഷും അലർച്ചകൾ കേട്ട് മടുത്ത കാലമായിരുന്നു അത്. രാജാവിന്റെ മകൻ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ സിക്സ് ആഗ് വരികൾക്ക് ഒപ്പം തെളിയുന്ന ആ സംഗീതം ഇന്നും ഉണർത്തുന്ന ഒരു അപാര ഫീലുണ്ട്. ജാഗ്രത, അപകടം, ത്രിൽ, സസ്പെൻസ് എല്ലാം ചേർന്ന് കൂളായ എന്തോ ഒന്ന്. മാസ് നായക കഥാപാത്രങ്ങൾക്കും വില്ലന്മാർക്കും അനുയോജ്യമായ പശ്ചാത്തല സംഗീതം മലയാള സിനിമ അന്ന് ആദ്യം അറിയുകയായിരുന്നു. പക്ഷെ 80കളിൽ ഇറങ്ങിയ ആ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ ക്രെഡിറ്റ് ഷിബു ചക്രവർത്തിക്ക് മാത്രമാണ് നൽകിയിരുന്നത്. SP വെങ്കടേഷിന്റെ പേര് അന്ന് എഴുതി കാണിച്ചിരുന്നില്ല. പക്ഷേ ആ BGM പാട്ടുകൾ സിനിമാ പ്രേമികളുടെ ഉള്ളിൽ കാലങ്ങളോളം മായാതെ നിന്നു. വിണ്ണിലെ ഗന്ധർവ, ദേവാന്തനെ പോലുള്ള ചേരുള്ള പാട്ടുകൾ ചിത്രത്തിലുണ്ടെങ്കിലും പക്ഷെ ഇന്നും ഇടയ്ക്ക് കുട്ടിക്കാലത്തെ അനുഭവിക്കണമെന്ന് തോന്നുമ്പോൾ ആ ഇൻട്രോ മ്യൂസിക് കേൾക്കാൻ മാത്രം SP വെങ്കടേഷിനെ തിരഞ്ഞ് യൂട്യൂബിൽ കയറുന്നവർ ധാരാളമുണ്ട്. അങ്ങനെ ഓർമ്മയുള്ള മറ്റൊന്ന് ജോണി വാക്കർ സിനിമയിലെ വില്ലൻ സ്വാമിയുടെ എൻട്രി സംഗീതമാണ്. കോട്ടയത്ത് ഷൂട്ട് ചെയ്ത ചേരാ ചിത്രം ക്യാമ്പസുകളിൽ കുട്ടികൾക്ക് ഡ്രഗ്സ് എത്തിക്കുന്ന വില്ലനായ സാമി എന്ന ഡ്രഗ് ഡീലർ അയാളുടെ കറുത്ത വലിയ കാറിൽ എത്തുന്ന ഷോട്ടുകളിലൊക്കെ മരണവ്യാപാരിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗീതം ഉള്ളിൽ ഭയമായി ഇഴഞ്ഞെത്തും. ഒരുതരം മരണത്തിന്റെ മണമുള്ള നമ്മെ വേട്ടയാടുന്ന മ്യൂസിക് നോട്ട്സ്. ആടുതോമയുടെ BGM ഓർമ്മയില്ലേ? കിലുക്കം, ഹിറ്റ്ലർ, കാബൂളിവാല ഇവയിലെ കോമഡി ആക്ഷൻ സീനുകൾക്ക് പിന്നിലെ സംഗീതം, ആ ഫീൽ മലയാളി മറക്കുമോ? വാത്സല്യം, മാന്ത്രികം, ഹിറ്റ്ലർ, മാന്നർമത്തായി സ്പീക്കിംഗ് സിനിമകളിലെ ഇമോഷണൽ കോമഡി, റൊമാൻറ്റിക് ഏത് രംഗത്തിനും ഉചിതമായ പശ്ചാത്തലം ഒരുക്കുന്ന ആ മാസ് എന്റർടൈനർ വിട പറയുമ്പോൾ മനസ്സ് നിറയെ ആ ഈണങ്ങൾ നിറഞ്ഞു തൂവുകയാണ്. യേശുദാസ്, ജയചന്ദ്രൻ, ചിത്ര, സുജാത, MG ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവരെ മാത്രം ഉപയോഗപ്പെടുത്തുന്ന സംഗീത സംവിധായകരിൽ നിന്ന് വേറിട്ട് മറ്റെത്ര ആർട്ടിസ്റ്റുകൾക്ക് അവസരം നൽകിയ കലാകാരൻ എന്നറിയണമെങ്കിൽ ആ പാട്ടിന്റെ ലിസ്റ്റിൽ ഒന്ന് കയറി നോക്കണം. ലതിക, ഉണ്ണി മേനോൻ, സിന്ധു ദേവി, PK സിന്ധു, സ്വർണലത, ബിജു നാരായണൻ, കൃഷ്ണചന്ദ്രൻ, സൈനുദ്ദീൻ, പട്ടം സദൻ, മലേഷ്യ വാസുദേവൻ, S ജാനകി, ജാനകി ദേവി, വാണി ജയറാം, രാജു, സുനന്ദ, ശ്രീകാന്ത് ഹരിഹരൻ, മഞ്ചരി, ഡോക്ടർ MK മുനീർ, നടൻ ജഗദീഷ് അടക്കം നിരവധി ഗായകരുടെ വ്യത്യസ്തതയുള്ള സംഗീതം പുതുസ്വരങ്ങൾ പരീക്ഷിക്കുകയും അവർക്ക് അവസരങ്ങൾ നൽകുകയും ചെയ്ത ആളാണ് വെങ്കടേഷ്. ഷിബു ചക്രവർത്തി, ONV, S രമേശൻ നായർ, ഗിരീഷ് പുത്തഞ്ചേരി, ഭരണിക്കാവ് ശിവകുമാർ, പൂവച്ചൽ ഖാദർ, ബിച്ചു തിരുമല, ശ്രീകുമാരൻ തമ്പി, യൂസുഫ് അലി കേച്ചേരി അടക്കം പ്രമുഖ ഗാനരചയിതാക്കൾക്കൊപ്പം മറ്റനേകം കലാകാരന്മാരുടെ വരികൾക്കും ഈണം പകർന്നൊരാൾ. ബോളിവുഡ് ട്രെൻഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട 80കളിൽ പ്യുവർ മെലഡിയും സെമി ക്ലാസിക്കലും ലളിത സുഗമ സംഗീതവും വിട്ട് പെപ്പി സംഗീതവും മെലഡിയും ചേർന്നൊരു ട്രെൻഡ് വീശിയിരുന്ന കാലമുണ്ട്. ശ്യാം സാറിന്റെ ഒക്കെ പാട്ടുകൾ ഹിറ്റായിരുന്ന കാലം. അവയിൽ ചിലരുടേതൊഴിച്ചാൽ അരോചകമായ തട്ടുപൊളിപ്പൻ താളമേള കോലാഹലമായി മാറിക്കൊണ്ടിരുന്ന 80കളിലെ ആ ട്രെൻഡിൽ വേറിട്ട കാഴ്ചകൾ ഒരു വിസ്മയം കൊണ്ടുവന്നവരിൽ ഒരാൾ. സ്കോറുകളിൽ പ്രത്യേകിച്ച് അക്കാലത്തെ സംഗീത പ്രണയികൾ ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പാകത്തിൽ തന്റെ കയ്യൊപ്പുള്ള ഒരു സംഗീത കൂട്ട് തീർത്തൊരാളാണ് യാത്രയായത്. അദ്ദേഹം തീർത്ത ചില മെലഡികൾ ഇന്നും മലയാളി മൂളി നടക്കുന്നു. വിണ്ണിലെ ഗന്ധർവ, ചന്ദനക്കാറ്റെ കുളിർ കൊണ്ടുവാ, ഗോപുരമേടയിൽ നർത്തനമാടാൻ, അലയും കാറ്റിൻ, താമരക്കണ്ണൻ ഉറങ്ങണം, താരനൂപുരം ചാർത്തി, പൊന്മേഘമേ, വാൽത്തരാം, കനകനിലാവേ, മുത്തേ പൊന്നു മുത്തേ, പാതിരാ കൊട്ടാരങ്ങളിൽ, നേർത്ത പളുങ്കിൻ, ഒരു തരി കസ്തൂരി, ഓർമ്മകൾ ഓടക്കുഴലൂതി, അമ്പലനടകൾ പൂവടിഞ്ഞു, മധുവിധുരാവുകളെ, തുമ്പിപ്പെണ്ണേ വാവ,
ഒന്നുരിയാടാൻ കേളി വിപിനും മോഹിക്കും നീർമിഴിയോടെ കാതോരമാരോ മൂളുന്ന ഇണം സ്വയംവരമായി ഹേ നീലക്കിളി പാതിരാക്കിളി കിലുകിൽ ചാഞ്ചക്കം തളിരണിഞ്ഞൊരു ഇനിയും കേട്ടുമതി വരാത്ത എത്രയോ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. കൂടാതെ ശാന്തമീ രാത്രിയിൽ ഇന്നീ കൊച്ചുവരമ്പിന്മേലെ ഊട്ടിപ്പട്ടണം സുന്ദരിമാരെ പൂട്ടിക്കെട്ടിയ ഒരു വല്ലം പൊന്നും പൂവും പോക്കിരി ചമ്മയുടെ ജോക്കർ മുണ്ടൻ പോലുള്ള പെപ്പി സംഘ ഗാനങ്ങൾ. ഒരു കാലത്തെ ഗാനമേളക്കാർ ഏറ്റവും അധികം വേദികളിൽ പാടിയ പാട്ടുകൾ SPBയുടേതാകും. കാരണം സദസ്സിന് വേണ്ട മെലഡിയും ചുവട് വെക്കാനുള്ള പെപ്പി താളവും SPB സംഗീതത്തിലുണ്ട്. ഒരു കാലത്ത് മമ്മൂക്കൊപ്പം ചുവടുവെച്ച ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം പിന്നീട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജൻ ആൽഫ വരെ ജോർജ് സാറിനൊപ്പം ആ പാട്ടിൽ ചുവട് വെക്കുന്നതിനും കാരണം മറ്റൊന്നുമാവില്ല. ഒരു സംഗീത സംവിധായകന്റെ ഗാനങ്ങളുടെ ലിസ്റ്റിൽ വെറുതെ കയറി നോക്കിയാൽ ഇതിൽ പാതി ഗാനങ്ങളും വരികളും ഓർമ്മയിൽ നിന്നും ഒറ്റയടിക്ക് ഓർത്തെടുക്കുവാനും പാടുവാനും സാധിക്കുന്നത് എന്തുകൊണ്ടാകും? നിങ്ങൾ കേട്ടുവളർന്ന കാലത്തെ പ്രതിനിധീകരിക്കുന്ന സംഗീതമായതുകൊണ്ടാകാം. കാലം മാറി, തലമുറ മാറി, സംഗീതം മാറി, ആസ്വാദകരുടെ അഭിരുചി മാറി. സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുമ്പോഴും ഇവയിൽ പലതും ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമാകാം. പുതിയ തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ പോലെ അവ നിത്യവും കേൾപ്പിക്കപ്പെടുന്നില്ല എങ്കിലും ഈ പാട്ടുകൾ BGM കേട്ടു വളർന്ന പുതുതലമുറയ്ക്ക് SP വെങ്കടേഷ് കാലമുള്ളിൽ അമൂല്യമായി തുടരും. കാരണം അതിലൊന്ന് തൊട്ടാൽ വിടരാൻ പാകത്തിൽ ഒരു പഴയ വസന്തകാലം പലരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സംഗീതം ആരുടേതെങ്കിലും സുഖമുള്ള മെലഡികൾ ചില നല്ല ഓർമ്മകൾ പോലെയാണ്. നിങ്ങൾക്ക് അത് ശ്രദ്ധയോടെ കേൾക്കാൻ, ആസ്വദിക്കാൻ, മനനം ചെയ്യാൻ ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ അത് ഉള്ളിലെ വഴുക്കൽ നിറഞ്ഞ ഏതെങ്കിലും ചെറിയ ഓരത്ത് ഇത്തിരി പൊന്നോളം പച്ചപ്പ് പടർന്ന ഒരു കുഞ്ഞൻ തുമ്പിയെ പോലെ ബലം പിടിച്ചങ്ങ് ജീവിതാവസാനം വരെ വെയിലുമേറ്റ് അനങ്ങാതിരിപ്പുണ്ടാകും. ഈ ഇടയ്ക്ക് മാത്രം നിങ്ങളുടെ ഒറ്റ നേരങ്ങളിൽ, മുഷിപ്പൻ യാത്രകളിൽ, വിരസ നിമിഷങ്ങളിൽ, ഉടഞ്ഞു പോകുന്ന മൗന നേരങ്ങളിൽ മാത്രം പുറത്തേക്ക് തലനീട്ടും. ആരും അറിയാതെ ആ പൂഞ്ചിറകിളക്കി നല്ല ഓർമ്മകളുടെ സന്തോഷം തരാൻ ഒപ്പം കൂട്ടായിരിക്കും. ഏത് പുതുസംഗീതത്തിന്റെ കുത്തൊഴുക്ക് ട്രെൻഡിലും വരവിലും അത് തന്റെ വർണ്ണച്ചിറകുമായി ആ പറ്റിപ്പിടിച്ചിരിപ്പ് തുടരും നിശ്ചയം. നന്ദി ശ്രീ SP വെങ്കടേഷ്, വേറിട്ട സംഗീതാനുഭവങ്ങൾ നൽകിയതിന്. ജീവിതത്തിലെ നിറമുള്ള ചില കാഴ്ചകൾക്ക് പശ്ചാത്തല സംഗീതമായി നിറഞ്ഞതിന് വിട.